നമോ നാരായണായ. ശ്രീ പത്മനാഭസ്വാമിക്ക് വേണ്ടി ദേവി ലക്ഷ്മി KL 1200260227 സ്വാമി നടയിൽ സമർപ്പിക്കുന്ന പ്രഭാത നിവേദ്യം. ഇവിടെ സർപ്പഗന്ധ പ്ലാന്റിൻ്റെ അനുഗ്രഹം വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഈ ആലയത്തിൽ കയറി മോശമായ പ്രവൃത്തികൾ ചെയ്താൽ ഒരാഴ്ചക്കകത്ത് തന്നെ ഹൈപ്പർ ടെൻഷൻ, ആൻസൈറ്റി, അതായത് വട്ടുപോലത്തെ അസുഖങ്ങൾ വരും, മാരകമായ ഭ്രാന്ത് വരും എന്നുള്ള കാര്യം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ആലയത്തിൽ തെറ്റ് ഇല്ലാതിരിക്കുന്ന ആളുകളുടെ ദേഹത്ത് കയറുകയും അവരുടെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുകയും ചെയ്താൽ ഒരാഴ്ചക്കകത്ത് ഭ്രാന്ത് എന്ന അസുഖം വരും എന്ന് സ്വാമി വെളിപ്പെടുത്തുന്നു. ഇതാരും തന്നെ ഇടപെടുന്നതല്ല. നീക്കുപോക്കില്ലാത്ത ശാപങ്ങളും പ്രാക്കുകളും പ്രാർത്ഥനകളും ആ കുടുംബങ്ങളുടെ മേൽ ആഞ്ഞടിക്കുവാൻ പോകുന്നു എന്നുള്ള സത്യം ഇവിടെ വെളിപ്പെടുന്നു. അതോടൊപ്പം വേണ്ടാത്ത നീതിന്യായ പീഠങ്ങളിലിരിക്കുന്ന ആളുകളെ തട്ടിക്കളിച്ച് വെറുതെ കേസുകൾ ഉണ്ടാക്കരുത്. അവർ വിശ്വസ്തതയുള്ളവരെ മാത്രമേ അടുപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ സ്വയരക്ഷ, അവരുടെ കുടുംബരക്ഷ, ഇതൊക്കെ അവർ നോക്കും. വേണ്ടാത്ത കുടുംബങ്ങൾ കയറി ജഡ്ജിമാരുടെ കുടുംബങ്ങളിൽ തട്ടിക്കളിക്കരുത്. അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട്, അവർക്ക് അവരുടെ ലീഗൽ റൂൾസ് ഉണ്ട്. അല്ലാതെ അവർ ഹൈന്ദവം, ക്രൈസ്തവം, മുസ്ലിം ഒന്നും നോക്കുകയില്ല. അതുപോലെ ഇവിടെ പറയുന്നതനുസരിച്ച് സർപ്പഗന്ധ പ്ലാന്റ് ഇവിടെ അനധികൃതമായി കയറി വേണ്ടാത്ത ജോലികൾ ചെയ്താൽ ഭ്രാന്തെടുത്തു ഓടും. അതുപോലെ ഈ കേസില്ലാത്ത ആളുകൾക്ക് വേണ്ടാത്ത ജോലികൾ കൊടുക്കുന്ന ജയിൽ തൊഴിലാളികൾ, അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ജയിലിന് അർഹതയുള്ള ആളുകൾ, ഇതൊക്കെ സൂക്ഷിച്ച് വേണം ഇടപെടാൻ. ശിക്ഷാ നടപടികൾ കൂടും, കുറയുകയില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നതനുസരിച്ച് എന്ത് കർമ്മം ചെയ്താലും ഭഗവാന്റെ കാളും ഉയരുകയില്ല. ഭഗവാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കൈയില്ലാത്തവൻ കൈകെട്ടി അടിക്കും എന്ന് കേട്ടിട്ടുണ്ടോ? ഭഗവാന് കൈയില്ലെങ്കിൽ ഭഗവാൻ കൈകെട്ടി അടിക്കും. അതുപോലെ കൈ ഇല്ലാത്തവനും കാലില്ലാത്തവനും കണ്ണില്ലാത്തവരെ കളിയാക്കരുത് കേട്ടോ. അത് വേറൊരു കാര്യം. കണ്ണില്ലെങ്കിലും മനുഷ്യൻ ജീവിക്കും, കൈയില്ലെങ്കിൽ ജീവിക്കും. പക്ഷേ സ്വഭാവം മോശമായാൽ ജീവിക്കില്ല. ഈ ലോകത്തിൽ നിന്ന് തട്ടി മാറ്റപ്പെടും. ഏതാനും ദിവസങ്ങൾക്കകം സ്വാമിയുടെ വേല തട്ടിക്കളിച്ച എല്ലാ ആളുകളും, മെയിൻലി 7 പേർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും എന്നുള്ള മഹത്തായ സന്ദേശം നൽകിക്കൊണ്ട് ശ്രീ പത്മനാഭസ്വാമിക്ക് വേണ്ടി ദേവി ലക്ഷ്മി, അധ്യാപിക.